തിരിമറി നടന്നിട്ടുള്ള 135 184 കോടി രൂപ ആണെന്നാണ് ഇപ്പോൾ കോടതിയിൽ SFI സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് SFIയുടെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഇനിയും റിപ്പോർട്ട് പുറത്തു വന്നാലല്ലേ പറയാൻ കഴിയും. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിനകത്ത് എനിക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ എനിക്ക് ലിബർട്ടിയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് ഹൈക്കോടതി എനിക്ക് തന്നിട്ടുള്ള ലിബർട്ടിയാണ്. എനിക്ക് ആ വിഷയത്തിൽ ഡിസ്ചാർജ്മെന്റ് ഓഫ് അസറ്റ്സ്, അതുപോലെ മറ്റ് ഏജൻസികളുടെ അന്വേഷണം ഇതിനകത്ത് ആവശ്യമാണെങ്കിൽ അതിനുവേണ്ടിയുള്ള എനിക്ക് കോടതിയെ സമർപ്പിക്കാൻ കഴിയും. മാത്രമല്ല ഇതിന്റെ ഒന്നും ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. നമസ്കാരം. പിണറായി വിജയനും മകളും അറസ്റ്റിലാകുമോ? അറസ്റ്റിലാകും എന്ന് തന്നെയാണ് കൃത്യമായി ഷോൺ ജോർജ് പറയുന്നത്. ഷോൺ ജോർജിനെ നേരത്തെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ, അതായത് കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട കേസിൽ പിണറായി വിജയൻ്റെ മകൾ എക്സാലോജിക് കമ്പനിയുടെ ഉടമ വീണ വിജയൻ 1,73,00,000 രൂപ കൈപ്പറ്റി എന്ന് പറയുന്നത് റിക്കാർഡിക്കലാണ്. അതിൽ ആദായനികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയിൽ കൃത്യമായി വീണ വിജയൻ യാതൊരു സർവീസും വാങ്ങാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വാധീനപ്രകാരം പണം വാങ്ങിയതാണ് എന്ന് പറഞ്ഞിരുന്നു. ഒരു ഷെൽ കമ്പനിയാണ് പിണറായി വിജയൻ്റെ മകളുടേത് എന്നും പറഞ്ഞിരുന്നു. ഇതുപോലെയുള്ള ധാരാളം ആളുകളിൽ നിന്ന് വീണ വിജയൻ പണം കൈപ്പറ്റിയിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം പുറത്തു വന്നിരുന്നു. ഇത് 2020 നടന്ന കേസാണ്. അന്നേ ഈ BJP നേതാക്കന്മാർക്ക് ഇവിടെ വിവരമുണ്ടായിരുന്നു. എന്നാൽ പിണറായി വിജയനുമായുള്ള ധാരണപ്രകാരം മുരളീധരനും കെ സുരേന്ദ്രനും എല്ലാം അത് പൂഴ്ത്തിവെച്ചതായിരുന്നു എന്നുള്ള വിവരമാണ് ക്രൈമിനുള്ളത്. അല്ലായിരുന്നെങ്കിൽ 2020 തന്നെ പിണറായി വിജയനും മകളെയും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ 2021 പിണറായി വിജയൻ ജയിലിലാകുമായിരുന്നു. അദ്ദേഹത്തിന് ഇലക്ഷൻ പോലും മത്സരിക്കാൻ പറ്റാതെ വരുമായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇപ്പോൾ ഷോൺ ജോർജ് ഏറ്റെടുത്ത ശേഷം അദ്ദേഹം നരേന്ദ്ര മന്ത്രാലയത്തിന് പരാതി കൊടുക്കുകയും അതിനുശേഷം ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് അന്വേഷണ ഉത്തരവിട്ടു. അവസാനം 8 മാസത്തുള്ള അന്വേഷണം പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. മുമ്പ് ഞാൻ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് സെപ്റ്റംബർ മാസത്തിനുള്ളിൽ നടപടികളുണ്ടാകും, പിണറായി വിജയനും മകളും അറസ്റ്റിലാകുമെന്നുള്ളതാണ്. ഇപ്പോഴിതാ ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് CMRL കൊടുത്ത കേസിൽ കൃത്യമായി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. പിണറായി വിജയനും മകളും കൃത്യമായി പണം വാങ്ങിയിട്ടുണ്ട്, അത് അഴിമതി പണമാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ 184 കോടി രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് റെക്കോർഡിൽ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ 335 കോടിയുടെ രൂപ കാര്യമായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇത് 2016 മുതൽ 2019 വരെയുള്ളതാണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം 2019 മുതൽ 2024 വരെയുള്ള ഇടപാടുകൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് CMRL കമ്പനിയിൽ നിന്നും 5000 കോടിയോളം രൂപ പിണറായി വിജയൻ കൈപ്പറ്റി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിദേശത്താണ് പണം ഇടപാട് നടക്കുന്നത്. മാത്രമല്ല അവിടെ നിന്ന് കിട്ടുന്ന യുറേനിയം അടക്കമുള്ള കേന്ദ്ര ഗവൺമെൻറ് മാത്രം തൊടേണ്ട സാധനങ്ങളടക്കം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ക്രിമിനൽ കുറ്റം, ഗുരുതരമായ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങളും പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ഷോൺ ജോർജ് വളരെ വ്യക്തമായി പറയുകയാണ്. ഈ വർഷം നിർബന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ അറിവിൽ പിണറായി വിജയനും മകളും ജയിലിലാകും. അതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ അറിവും വിവരം വെച്ചിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്ന് ആണയിട്ട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, താങ്കൾ പോരാട്ടം നടത്തുന്ന ഈ മാസപ്പടി കേസിൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്താണ് താങ്കൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? തീർച്ചയായും ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഈ കേസില് കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് ഡയറക്ടർക്ക് SFIയുടെ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതിനും ഡൽഹി ഹൈക്കോടതിയിൽ CMRL കൊടുത്ത കേസ് തടസ്സമായിരുന്നു. ഇപ്പോഴും ആ കേസ് തന്നെയായിരുന്നു തടസ്സമായിട്ട് നിന്നത്. കഴിഞ്ഞ മാസം 23-ാം തീയതി, ഈ മാസം ഡിസംബർ മാസം 23-ാം തീയതി ആ കേസ് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചു. ആ കേസിന്റെ വിശദമായ വാദം ഇരുഭാഗങ്ങളിൽ നിന്നും വാദം കേട്ടു. അതിനുശേഷം ആ കേസിന്റെ ജഡ്ജ്മെന്റിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. ആ ജഡ്ജ്മെന്റ് വരുമ്പോൾ എനിക്ക് 100% ഉറപ്പുണ്ട് ആ കേസ് CMRL കൊടുത്തിട്ടുള്ള ആ കേസ് തള്ളുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ കേസ് തള്ളിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് SFIക്ക് നിയമ തടസ്സങ്ങൾ ഇല്ലാതെ തന്നെ കടക്കാൻ കഴിയും. അതിനകത്ത് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. പക്ഷെ നേരത്തെ താങ്കൾ നൽകിയ ഇന്റർവ്യൂവിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം,
SFIക്ക് 8 മാസമാണ് കാലാവധി കൊടുത്തിരിക്കുന്നത്. ആ 8 അതെ. മാസം സെപ്റ്റംബറിൽ കഴിയും. അതിനു മുമ്പായിട്ട് പിണറായി വിജയനും മകളും ജയിലിലാകും എന്നുള്ള ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. എന്റെ അവർക്ക് എന്റെ 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 വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കേസന്വേഷണം കേസന്വേഷണം അവസാനിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. പക്ഷേ സെപ്റ്റംബർ മാസം ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട കാലാവധിക്കുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ വന്ന കേസ് മാത്രമാണ് ഇപ്പോഴും തടസ്സമായി നിന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസി എന്ന നിലയിൽ കോടതിയുടെ വിധികളെ മാനിക്കാൻ ബാധ്യതയുള്ള അന്വേഷണ ഏജൻസി എന്ന നിലയിൽ എനിക്ക് പരിമിതികളുണ്ട്. ഇനിയും തടസ്സപ്പെടുത്താം. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും കോടതി ഇടപെടൽ ഉണ്ടായാൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിന് അന്വേഷണ ഏജൻസിയെ കുറ്റം പറയാൻ കഴിയുമോ? അന്വേഷണ ഏജൻസിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അവർ അന്വേഷിക്കുക, ആ റിപ്പോർട്ട് സമർപ്പിക്കുക. അവർ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് SFI ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ആ റിപ്പോർട്ട് കോടതി വിധി അനുകൂലമായി ഉണ്ടായാൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SFI ഡയറക്ടർ കോർപ്പറേറ്റ് ഓഫീസ് മന്ത്രാലയത്തിലേക്ക് ഇതിന്റെ പ്രോസിക്യൂഷൻ അനുമതിയാണ് മേടിക്കേണ്ടത്. ആ ജോലികൾ കൃത്യമായി തന്നെ നടക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. ഇപ്പോൾ അവർ SFI കൊടുത്ത റിപ്പോർട്ടിൽ നേരത്തെ 135 കോടി രൂപയുടേതാണ് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. പലർക്കായി കൊടുത്തു എന്ന് പറയുന്നത്. ഇപ്പം 185 കോടി രൂപയാണ് കൊടുത്തത് എന്നാണ് പറയുന്നത് ഈ 2016 മുതൽ 2019 വരെ. ഇതിൽ പിണറായി വിജയൻ എത്ര രൂപ കൈപ്പറ്റി എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്ക് റിപ്പോർട്ട് വന്നാൽ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ തിരിമറി നടന്നിട്ടുള്ള 135 അല്ല 184 കോടി രൂപ ആണെന്നാണ് ഇപ്പോ കോടതിയിൽ SFI സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് SFI റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഇനിയും റിപ്പോർട്ട് പുറത്തു വന്നാലല്ലേ പറയാൻ കഴിയും. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിനകത്ത് എനിക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ എനിക്ക് ലിബർട്ടിയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് ഹൈക്കോടതി എനിക്ക് തന്നിട്ടുള്ള ലിബർട്ടിയാണ്. എനിക്ക് ആ വിഷയത്തിൽ ഡിസ്ചാർജ്മെന്റ് ഓഫ് അസറ്റ്സ്, അതുപോലെ മറ്റ് ഏജൻസികളുടെ അന്വേഷണം ഇതിനകത്ത് ആവശ്യമാണെങ്കിൽ അതിനുവേണ്ടിയുള്ള എനിക്ക് കോടതിയെ സമർപ്പിക്കാൻ കഴിയും. മാത്രമല്ല ഇതിന്റെ ഒന്നും ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നതാണ് എന്റെ വിശ്വാസം. ഇപ്പൊ താങ്കളുടെ വിശ്വാസത്തിൽ ഈ 2025 പുതുപ്പിറവിയാണ്, ഈ വർഷം ആ സംഭവം നടക്കുമോ? അതായത് താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം കൃത്യമായി തെളിവുകൾ വീണ ജോർജിനെതിരെ ഉണ്ട്, പിണറായി വിജയനെതിരെ ഉണ്ട്. വീണ വിജയനെയും പിണറായി വിജയനും എതിരെ കൃത്യമായ തെളിവുകളുണ്ട്, അല്ലെങ്കിൽ അവർ കുറ്റക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്വേഷണ ഏജൻസിയുടെ ഉത്തരവുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഓവറായി നമ്മൾ പറയുന്നതും സംസാരിക്കുന്നതും ശരിയല്ല. അപ്പൊ അത് നിയമത്തിന്റെ വഴിക്ക് വരട്ടെ. കുറ്റക്കാർ ഈ വിഷയത്തിൽ, ഞാൻ ഇതേ പറയുന്നത്, കുറ്റക്കാർ ഈ വിഷയത്തിൽ ശിക്ഷിക്കപ്പെടും. അത് പിണറായി വിജയനും മകളും ഈ കാര്യത്തിൽ കുറ്റക്കാരാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവരെ ഈ വർഷം എന്തായാലും അറസ്റ്റിൽ ഉണ്ടാവും എന്ന് അങ്ങ് വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ടും? തീർച്ചയായിട്ടും. അപ്പം ഈ പുതുവർഷ പുലരിയിൽ താങ്കൾക്ക് എല്ലാ ആശംസകളും നേരുന്നു.